ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ എത്രയൊക്കെ ഭംഗിയുള്ള നാടുകളിൽ എത്രയൊക്കെ സൗകര്യങ്ങളോട് കൂടി ജീവിച്ചാലും നമ്മുടെ പാരൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നതും അവിടെ കിട്ടുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചില പ്രത്യേക വിഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വല്ലപ്പോഴെങ്കിലും കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സുഖം തരുന്നൊരു കാര്യമാണല്ലേ. അപ്പോൾ അങ്ങനെ ഓർക്കാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾക്ക് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നേ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ട്. അത് മമ്മിയുടെ സ്പെഷ്യലാണ്. ഭയങ്കര ടേസ്റ്റാണ് ആ കറിക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കക്കയിറച്ചി കിട്ടി. ഞങ്ങളുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ കക്കയിറച്ചി, അതുപോലെ ചെറിയ ചെമ്മീൻ, അതൊക്കെ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം, എനിക്ക് പഠിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കക്കയിറച്ചി. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു അഴുക്കുണ്ടാവും. അത് നമ്മൾ ഇതുപോലെ എടുത്ത് കളയണം. ആദ്യം നന്നായിട്ട് വൃത്തിയായിട്ട് എടുത്ത് കളയണം. ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ ഇത് കളയുന്നത് കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ കക്കയിറച്ചി വേവിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. പക്ഷെ ഞങ്ങളിത് കളയാറുണ്ട്. ഇത് കളഞ്ഞാലാണ് നമുക്കത് കഴിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിത് പാകം ചെയ്യുന്നത്. പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാളയും കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ മെയിൻ മസാല എന്ന് പറയുന്നത് കുരുമുളക് ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവിനേക്കാളും മുളക് പൊടിയുടെ എരിവിനേക്കാളും ഒക്കെ കുരുമുളകിൻ്റെ എരിവാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതിന് ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് നമ്മൾ ചതച്ചെടുക്കണം. അപ്പോൾ മമ്മി അത് ചതച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രഷായിട്ട് ചതച്ച് ചേർക്കുന്നതാണ് കേട്ടോ നല്ലത്. സവാള ഒത്തിരി മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇത്രയും മൊരിവായാൽ മതി. അങ്ങനെ മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ കുരുമുളകിൻ്റെയും പച്ചമണം മാറിക്കഴിയുമ്പം നമുക്കതിലേക്ക് ഒരു 2 പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി അതും ഒന്ന് മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്ന കക്കയിറച്ചി ഉണ്ടല്ലോ, അത് പച്ചമുളകും മഞ്ഞളും വേപ്പിലയും കുറച്ച് ഇഞ്ചിയും ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മമ്മി. അത് കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുത്തത്. നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് അല്ലാതെ ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കുക്കറിലാണെങ്കിൽ ഒരു 2 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കക്കയിറച്ചി വെന്ത് കിട്ടും, നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അവിടെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരും. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പപ്പയും ഹസ്ബൻഡും കൂടെ ഫാൻ ഞങ്ങളുടെ ചീത്തായി പോയായിരുന്നു. അപ്പോൾ ഒരു പുതിയ തരം ഫാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. റിമോട്ട് കൺട്രോളൊക്കെ ഉള്ള ഫാനാണ്. അപ്പോൾ അത് അവർ ഫിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കക്കയിറച്ചി അപ്പോൾ റെഡിയായി കഴിഞ്ഞു. നല്ല മുരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ മത്തിക്കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. മാങ്ങയിട്ട് തേങ്ങാപ്പാലൊഴിച്ച മത്തിക്കറിയാണ്. പിന്നെ അതിൻ്റെ കൂടെ പിണ്ടിയും പരിപ്പും കൂടി ഇട്ട് വെച്ചിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു. നാട്ടിൽ പിന്നെ കറികൾക്കൊന്നും ഒരു ക്ഷാമമില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് 3-4 കൂട്ടം കറികൾ എന്തായാലും ഉച്ചയൂണിനുണ്ടാവും.
ചോറൂണൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പയുടെ സിസ്റ്റർ വന്നത്. പുള്ളിക്കാരിയുടെ പറമ്പിൽ ഒരുപാട് ഏത്തവാഴ മാത്രമല്ല പല ടൈപ്പിലുള്ള പഴങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വറക്കാൻ വേണ്ടിയിട്ട് ആൻറ്റി കൊണ്ടുവന്ന ഏത്തക്കൊലയാണ്. അപ്പോൾ ആൻറ്റി തന്നെ കൊണ്ടുവന്ന് ആൻറ്റി തന്നെ അത് റെഡിയാക്കി തരുവാണ്. ബനാന ചിപ്സ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി തരാനുള്ള കുറേ ടിപ്സ് ആൻറ്റിയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിപ്സ് ഉണ്ടാക്കുന്ന സമയം മുഴുവനും അത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ആൻറ്റിയെ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ചെയ്യുന്ന ഞാൻ കണ്ടേക്കുന്ന കായ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഒരു പേപ്പറിൽ നിരത്തി വെച്ചിട്ട് പിന്നെ എണ്ണ ചൂടാക്കി അതിലേക്ക് പെറുക്കിയിടുന്നതൊക്കെയാണ് കേട്ടോ. പക്ഷെ അത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. നമ്മളിങ്ങനെ കൈ വെച്ച് അരിയണം, പിന്നെ അത് എടുത്തിടുമ്പോഴേക്കും എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ആകെ ഒരു പരിവൊക്കെ ആയിപ്പോൾ. പക്ഷെ ആൻറ്റി പറയുന്നത് നല്ല ചുവട് കട്ടിയുള്ള ഇതുപോലെ ഉരുളി പോലത്തെ പാത്രത്തിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കുക, നല്ലോണം ചൂടാക്കുക, പുക വരുന്ന പാകമൊക്കെ ഇല്ലേ, ആ പാകത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഇങ്ങനെ സ്ലൈസറിൽ വെച്ചിട്ട് അങ്ങ് അരിഞ്ഞിട്ടാൽ മതി. നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇട്ട് വയ്ക്കുന്നത് മൂക്കാത്ത കായ്കളാണ് അങ്ങനെ ഇട്ട് വയ്ക്കുന്നതെന്ന് പറയണത്. അപ്പം അതിന് ചെറിയൊരു കറയുണ്ടാകും. ആ കറ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ നേരത്തെ ഇട്ട് വയ്ക്കുന്നത്. പക്ഷേ നല്ലോണം മൂത്ത കായാണെങ്കിൽ അങ്ങനെയൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. തൊലി പൊളിക്കുക, എന്നിട്ട് നേരെ നമുക്ക് എണ്ണയിലേക്ക് അതങ്ങ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത് ആൻറ്റി പറയുന്നത്. ഇനി പകുതി പാകമാകുമ്പോഴേക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കലക്കിയിട്ട് അതിൽ നിന്ന് 2 സ്പൂണോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യത്തെ പ്രാവശ്യം 2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ വെച്ച് ചേർത്താൽ മതി. കാരണം ആദ്യം ചേർക്കുന്ന ഉപ്പ് ഈ എണ്ണയിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ പിന്നെ 1 സ്പൂൺ ചേർത്താൽ മതി. പാകത്തിന് ആ ചിപ്സിന് ഉപ്പായിക്കോളും. ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു കൊല ബനാന ചിപ്സ് അങ്ങനെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പ്രാദേശികമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വീഡിയോ പിടിക്കുമ്പോഴേക്കും നമ്മുടെ വെക്കേഷൻ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റാത്തതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടുകാരുടെ കൂടെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് വർത്താനം പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക സുഖമല്ലേ. അപ്പോൾ അത് നഷ്ടപ്പെടുന്ന പോലെ തോന്നിയതുകൊണ്ട് പിന്നീട് ഞാൻ അതിന് മുതിർന്നില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.